And now we come to the throne of grace. We come to you in great expectation. We pray that everywhere this meeting is being watched, might be by YouTube or Facebook or whatever platform, Trumpet TV, Grace TV, every ACB Youths, wherever it is, your glory will enter into homes. കർത്താവേ, ഫേസ്ബുക്ക്, വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല, ഞങ്ങളുടെ TV ചാനലുകളിൽ കാണുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. All over the world where it is being seen, let your light, which is the glory of God, shine upon people, shine into homes. വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയും ഇന്നത്തെ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലത്തും അങ്ങയുടെ മുഖത്തെ ദിവ്യപ്രകാശം ഉദിക്കും. Whether it be Congo, let it be Egypt, let it be Ireland, let it be UK, wherever in the world this is being watched, let your glorious presence fill the place. കോങ്കോയിലും കർത്താവേ, അതുപോലെ യൂറോപ്പിന്റെ വിവിധ സ്ഥലങ്ങളിലും ഈജിപ്തിലും ഒക്കെ, അമേരിക്കയിലും വിവിധ സ്ഥലങ്ങളിൽ മറ്റു ഭാഷകളിൽ ഇത് കേൾക്കുന്നവരുമുണ്ടല്ലോ, അവരുടെ മേലും അവിടുത്തെ മഹത്വം ചൊരിയണമേ. Oh, we love you, Jesus. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. We love you, Jesus. യേശുവേ, we love you, Lord. Help us to understand more of who we are in you. ക്രിസ്തുവിലായ ഞങ്ങൾ ആരാണ്, ഞങ്ങളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുവാൻ Help us to understand our responsibility. മാത്രമല്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം കൊണ്ട് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണം. We love you. പിതാവേ, we glorify your name. ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു. And Lord, we worship you. And Lord, we worship you. And Lord, we worship you. Lord, we worship you. For your name is holy, holy, Lord. For your name is holy, holy, Lord. And Lord, we worship you. We glorify you. And Lord, I worship you. And Lord, we worship you. Open our hearts. And Lord, we worship you. For your name is holy, holy, Lord. For your name is holy, holy, Lord. We love you, Jesus. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. Your name is holy, meaning your name is separated. There is no other name equal to your name. അങ്ങയുടെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. അങ്ങേക്ക് തുല്യമായി മറ്റാരുമില്ല. That is why we say your name is holy. അതുകൊണ്ടാണല്ലോ അങ്ങയുടെ നാമം പരിശുദ്ധം എന്ന് ഞങ്ങൾ പറയുന്നത്. Your name is separate. അങ്ങയുടെ നാമം സകല നാമത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട ഉയർത്തപ്പെട്ട നാമം. You are not one among many, but you are the only one. അങ്ങ് പലരിൽ ഒരുവനല്ല, അങ്ങ് മാത്രം, അങ്ങ് മാത്രം. And you are worthy to be praised and glorified. സ്തുതിക്കപ്പെടുവാൻ, മഹത്വപ്പെടുവാൻ, ആരാധിക്കപ്പെടുവാൻ അങ്ങേ നാമം യോഗ്യം. Because you loved us, we can understand who you are. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് മനുഷ്യരായ ഞങ്ങൾക്ക് അങ്ങയെ മനസ്സിലാക്കാൻ We love you, Father. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. Now talk to us through the word. അങ്ങയുടെ തിരുവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുന്നു. Thank you for the healings that are taking place all over the world. ഞങ്ങളുടെ മധ്യത്തിൽ ഇപ്പോൾ തന്നെ ലോകമെമ്പാടും അത്ഭുത സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനുമായി നന്ദി. Every healing proves that a word is true and you are going to return. കർത്താവേ, അങ്ങയുടെ വചനത്തെ ഉറപ്പിക്കുന്നതിനാണല്ലോ ഈ അത്ഭുതങ്ങളും നടക്കുന്നത്. What wonderful testimonies we are hearing. കർത്താവേ, ഞങ്ങൾ കേട്ട അത്ഭുത സാക്ഷ്യങ്ങൾ എത്ര മഹത്തരമാണ്. It is not because of a man, it is because of your name.
ഇതൊരു മനുഷ്യൻ നിമിത്തമല്ല, അങ്ങയുടെ നാമം നിമിത്തമാണ്. Your name be glorified. അങ്ങയുടെ നാമം ഇതിലെല്ലാം മഹത്വപ്പെടും. You said signs and wonders will follow and healing will happen in Jesus' name. വിശ്വസിക്കുന്നവർക്ക് ഈ അടയാളങ്ങൾ ഉണ്ടാകും എന്ന് തിരുവചനം അങ്ങ് വ്യക്തമാക്കിയല്ലോ. And so if that word is true, your word that you will return soon is also true. ആ വചനം സത്യമാണെങ്കിൽ കർത്താവേ അങ്ങ് മടങ്ങി വരുമെന്ന് പറഞ്ഞിരിക്കുന്നതും വേഗം നടക്കുമല്ലോ. Signs, wonders and miracles establish salvation. കർത്താവേ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്നത് കർത്താവിന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുന്നല്ലോ. When we see the miracle, we are sure that we are saved and you are going to come back and return for us. ഈ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ നാഥ ഞങ്ങളുടെ രക്ഷ മാത്രമല്ല, അങ്ങ് വീണ്ടും ഞങ്ങളെ ചേർക്കാൻ വരുമെന്ന് അങ്ങ് പറഞ്ഞ വാക്കും കൂടെ നിവർത്തിക്കപ്പെടുകയാണ്. We give you all the glory. ഞങ്ങളെല്ലാം മഹത്വം അങ്ങേക്ക് തരുന്നു. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ Amen. Amen. Are you excited to receive the word of God? ഇപ്പോൾ തന്നെ ദൈവവചനം സ്വീകരിക്കുവാൻ ഒരുക്കമായിരിക്കുന്നുവോ? Word of God is like a seed which is full of life and that life is forever. ദൈവവചനം ജീവൻ നിറഞ്ഞ ഒരു വിത്ത് പോലെയാണ്. ആ വചനം ഒരിക്കലും നശിക്കാത്ത വിത്താണ്. And when it is sown, it is the type of soil that brings out either fruit or no fruit. ഇത് വിതയ്ക്കപ്പെട്ടാൽ അത് സ്വീകരിക്കപ്പെടുന്ന നിലം അനുസരിച്ചിരിക്കും. നല്ല നിലമാണെങ്കിൽ വലിയ വിളവുണ്ടാവും, നിലം അഴുക്കാണെങ്കിൽ വിളവുണ്ടാകില്ല. The same seed, if you plant in one place and the same seed planted in another place, it has two types of fruit. ഒരേ വിത്തായിരിക്കാം, അത് എത്ര ഫലപ്രാപ്തി ഉള്ളതാകട്ടെ, അത് ഫലപ്രാപ്തി തരുന്ന ഒരു മണ്ണിൽ വലിയ വിളവുണ്ടാക്കും, എന്നാൽ മറ്റൊരിടത്ത് അത് വിളവേ തരികയില്ല. Seed has life. വിത്തിനുള്ളിൽ ജീവനുണ്ട്. I know about flax seed, which is very good for the body. ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്ന ശരീരത്തിൽ ഗുണം ചെയ്യുന്ന ഒരു വിത്ത് എനിക്കറിയാം. When I was studying about that seed, ഫ്ലാക്സ് സീഡിനെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ the best seed grown is in Madhya Pradesh, India. ഇന്ത്യയിലെ മധ്യപ്രദേശിലാണ് ഏറ്റവും ബെസ്റ്റ് ഫ്ലാക്സ് സീഡ് കൃഷിയുള്ളത്. And then in Canada. പിന്നീട് കാനഡയിലാണ്. If you bring that seed to Kerala, nothing will happen. അതേ ഫ്ലാക്സ് സീഡിന്റെ വിത്ത് കേരളത്തിലെ മണ്ണിൽ കൊണ്ടിട്ടാൽ ഒന്നും സംഭവിക്കില്ല. Because the soil is different. കാരണം മണ്ണിന് വ്യത്യാസമുണ്ട്. Seed is the same but the soil is different. വിത്ത് ഒന്ന് തന്നെ, മണ്ണ് വ്യത്യസ്തമാണ്. Same, the word of God which is preached, it is the same world over, but it depends upon how you receive it. The way you receive it will bring out the fruit. ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്ന ഒരേ ദൈവവചനമാണ്, പക്ഷേ ഹൃദയങ്ങളാകുന്ന നിലങ്ങൾ സ്വീകരിക്കുന്നവരുടെ മനോഭാവത്തിന്റെ വ്യത്യാസമായിരിക്കും അതേ വചനം വിളവുണ്ടാക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കും. That is why it is very important the attitude of your mind, which is the soil where the word comes forth. ദൈവവചനം വിതയ്ക്കപ്പെടുന്ന മനസ്സിന്റെ മനോഭാവം, അത് എങ്ങനെ എടുക്കുന്നെന്നുള്ള ആ വ്യക്തിയുടെ മനോഭാവമാണ് മണ്ണ്. If you take a coconut seed of a coconut plant and plant it in Kashmir, the tree will grow but the fruit won't come. ഒരു തേങ്ങ കൊണ്ടുപോയി നിങ്ങൾ കാശ്മീരിൽ അവിടെ മണ്ണിലിട്ടാൽ ആ തെങ്ങ് ചെറുതായിട്ടൊക്കെ കിളുത്തു വരും, പക്ഷെ അത് ബലം തരില്ല. You bring apple trees from there and plant it in your home, nothing will happen. കാശ്മീരിലുള്ള ആപ്പിളിന്റെ ഒരു വിത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ കേരളത്തിലിട്ട് നോക്കുക, ഒന്നും മുളയ്ക്കില്ല. So the seed is the same, it has life, it has everything in it, but the soil and the climate depends about the fruit. വിത്തിന് ജീവനുണ്ട്. വിത്തിന്റെ ഉള്ളിൽ ഭയങ്കര ബലം ഉളവാക്കാൻ വേണ്ടതെല്ലാം അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇട്ട മണ്ണ് വ്യത്യസ്തമാണെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റും മണ്ണും അത് വെച്ചായിരിക്കും ഫലമുണ്ടാകും. Some people say I am also speaking, I am also hearing the word but nothing is happening. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനും ഈ വചനം കേൾക്കുകയും ഏറ്റുപറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല. The reason is you are not only hearing the word, you are hearing many other things with the word, so the weed is also coming out. അതിന് കാരണം നിങ്ങൾ വചനം കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ വചനത്തിന്റെ കൂടെ ഒത്തിരി വേറെ വാക്കുകളും വേണ്ടാത്തെല്ലാം കേൾക്കുന്നുണ്ട്. അത് കളയുടെ വിത്തുകളുടെ അകത്ത് വീണിട്ട് കള കിളിർത്ത് ഈ വിത്തിനെ ശൂന്യമാക്കി കളയുകയാണ്. The thorns are choking the seed, the plant that is trying to grow. കളയുടെ മുള്ളുകൾ വന്നിട്ട് ഈ വിത്തിനെ ഞെരുക്കി കളയുക. കാരണം ഈ നല്ല വിത്ത് മാത്രമല്ല, കിട്ടുന്നതൊക്കെ കേട്ട് അകത്താക്കിയിരിക്കുക. That is why Jesus, when he is talking about the sower
sowing the word of God, he said in Mark 4:23, be careful what you hear. അതുകൊണ്ടാണ് മർക്കോസ് 4:24 വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു, വചനമാണ് വിത്ത്. എന്നിട്ട് അവിടെ എടുത്ത് യേശു പറയാണ്, നിങ്ങൾ കേൾക്കുന്നത് സൂക്ഷിച്ചു കൊള്ളണം, എല്ലാം കേൾക്കരുത്. Because what you hear, you don't see it grow. When you sow the seed, you don't know what is happening in the soil. Same way, when you hear something, you don't know what it happened till the fruit comes out. നമ്മൾ അതും ഇതും എല്ലാം കേൾക്കുമ്പോൾ കേട്ടാ എന്നാ കുഴപ്പമെന്ന് പറഞ്ഞ് അതും ഇതും കേട്ടാൽ അപ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. നമ്മളൊരു വിതച്ച വിത്ത് മണ്ണിനടിയിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. അതുപോലെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നൊക്കെ നമ്മുടെ ഉള്ളിൽ മണ്ണിനടിയിൽ വേണ്ടാത്തതൊക്കെ ഉളവാക്കും. And finally we say, I too heard but nothing happened to me. എന്നിട്ട് ഒടുവിൽ പറയും, ഞാനും അവരുടെ കൂടെ ഇരുന്ന് തന്നെ വചനം കേട്ടതാ ഏറ്റു പറഞ്ഞ എനിക്ക് മാത്രം ഒരു നന്മയും വരുന്നില്ല. I too was there when Ronak brother was praying but I did not get healed. റോണക്ക് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും ഉണ്ടായിരുന്നു, എനിക്ക് മാത്രം സൗഖ്യം കിട്ടി. Why? Because you did not mix it with faith. You did not give it the right atmosphere. The word was the same. The name of Jesus is the same. Depends how you receive it. ദൈവവചനം പറയുന്നത് ആ വചനത്തെ വിശ്വാസവുമായി കൂട്ടിക്കുഴച്ച് എടുക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. നിങ്ങൾക്ക് ഫലമുണ്ടായില്ലെങ്കിൽ ആ വചനത്തെ വിശ്വാസവുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിന് പകരം ആരൊക്കെ പറഞ്ഞ വാക്കുമായി കൂട്ടിക്കുഴച്ച് അതിന് ശക്തിയില്ലാതെ. And that is why the Bible clearly says that the word that you hear, you should receive it, you should believe it, and then the word starts acting till the fruit comes. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ വചനം കേൾക്കണം, അത് ഹൃദയത്തിൽ സ്വീകരിക്കണം, അതിന്മേൽ അത് വളർത്തിയെടുക്കണം, അപ്പോഴായിരിക്കും നിങ്ങൾ ഫലം കാണുക. And that is why in 1 Timothy chapter 2 verse 13 the Bible, the word says, when you heard, you received it as if God was speaking to you, not man. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 2:13 തെസ്സലോനിക്കരുടെ രീതി പറയാണ്, അവർ വചനം കേൾക്കുകയല്ല ചെയ്തത്, അവർ ദൈവം പറഞ്ഞതുപോലെ അതിനെ ഏറ്റെടുത്തു, അതുകൊണ്ട് അവരിൽ അത് വ്യാപരിക്കുന്നു. And in Hebrews chapter 4 the Bible says everyone heard the same message but they did not mix it with faith, so they did not get the result. അതുപോലെ തന്നെ എബ്രായർ 4 പറയണേ, എല്ലാവരും ഒരേ വചനമാണ് കേട്ടത്, പക്ഷെ ചിലരിൽ അത് വിശ്വാസമായി പരിണമിക്കാഞ്ഞുകൊണ്ട് ഗുണം കിട്ടിയില്ല. Yeah, last week we started at Colossians chapter 2. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലാണ് ആരംഭിച്ചത്. We went to different places and the word we said was to assure ourselves. നമ്മൾ പല സ്ഥലങ്ങളിലും ആ വചനത്തിൽ പോയി നമ്മളെ തന്നെ ഉറപ്പിക്കുക, നമുക്ക് നമ്മളോട് ഉറപ്പ് നൽകുക എന്നതായിരുന്നു വചനം. It is to encourage us in the mystery of Christ Jesus. ക്രിസ്തു എന്ന മർമ്മത്തിൽ നമ്മളെ തന്നെ ഉത്സാഹിപ്പിക്കുക എന്നാണ് കേട്ടത്. What is the mystery? The mystery is that the glory of God that is in Christ is in you. ദൈവത്തിൽ ക്രിസ്തുവിനുള്ള ദൈവത്തിന്റെ മഹത്വം തേജസ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് മർമ്മം. The ability of God, which is the power of God, comes into your life the moment the Holy Spirit comes in you. നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്ന ദിവസം, അതേ നിമിഷം ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ അതേ ബലമാണ് നിങ്ങളുടെ ഉള്ളിൽ വന്ന ആവശ്യം. That is why Jesus said you will receive power when the Holy Spirit will come upon you. Power means ability, power means nature, power means everything that makes God God. The nature, the glory comes in you. That is Christ. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്ന് പറഞ്ഞാൽ ആ ശക്തി എന്നതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ ബലം, ദൈവത്തിന്റെ പ്രകൃതം, ദൈവത്തിൽ ഉള്ള ശക്തി, ആ ദൈവത്തെ ദൈവമാക്കുന്നത് എന്താണോ അതെല്ലാം നിങ്ങളുടെ ഉള്ളിലും വരുമെന്നാണ്. That is why the Bible says that God made known this mystery today, that is Christ in you, the hope of glory. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന. കൊലോസ്യർ 1 ഒടുവിൽ പറയാണ്, ഈ മർമ്മം എല്ലാവർക്കുമായി ദൈവം എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ആ മർമ്മം? അതോ ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നു. The Bible says to make known this mystery, we preach to every man, meaning to say you look like an ordinary man but glory of God is in you.
അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. Which means that the messages that we are preaching is to make you understand that you are carrying a treasure inside of you. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ട്രഷർ, ഒരു സമ്പത്ത് നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുള്ളത് നിങ്ങൾ കാണാൻ വേണ്ടിയാണ്. We are not preaching come to us. We want to tell you, realize who you are, realize the treasure, realize the possibility that is in you in Christ Jesus. അടുക്കലേക്ക് വാ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നല്ല ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ അടുക്കൽ വരണ്ട, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച നിങ്ങളുടെ അകത്തിരിക്കുന്ന സാധ്യതകൾ, നിങ്ങളുടെ ഉള്ളിൽ വഹിക്കുന്ന മഹത്വം, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവീയ ശക്തി എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുന്നേൽക്കാനാണ് ഞങ്ങൾ പറയുന്നത്. This is what we are preaching for the past 25 years. കഴിഞ്ഞ 25 വർഷമായി ഞങ്ങൾ ഒന്നിച്ച് ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്. And that is why Heavenly Feast is going all around the world. It is not by might, not by power. It is by the Holy Spirit in you. ഈ സകല വിശ്വാസികളും, ഹെവൻലി ഫീസ്റ്റിലെ ഓരോ വിശ്വാസികളും തങ്ങൾ ആരാണെന്ന് അറിഞ്ഞ് എഴുന്നേറ്റത് കൊണ്ടാണ്. ഇത് കോട്ടയത്ത് മാത്രം ഒതുങ്ങിയില്ല. അവർ ചെന്നിടത്തെല്ലാം അവരിലെ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ ലോകമെമ്പാടും ഈ ഉണർവ് വ്യാപരിച്ചത്. Him we preach, every man, teaching them with all wisdom. What is the wisdom? The mystery that Christ, the hope of glory, that gives you hope, that gives you knowledge, is in you. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഈ മഹത്വമുള്ള ക്രിസ്തുവിനെ, അവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ആര്? നിങ്ങളുടെ അകത്തിരിക്കുന്നവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. എന്തിനാ? നിങ്ങൾ അവനെ അറിഞ്ഞ് മഹത്വം എന്തെന്ന്, ദൈവത്തിന്റെ ശക്തി എന്തെന്ന് നിങ്ങളിൽ ഉള്ളവൻ ആരും തിരിച്ചറിയുക. And then in Colossians chapter 2 verse 2 the Bible says that they may be encouraged, and knit together in love, attaining all the riches. ഇത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നല്ല. Hallelujah. Their hearts may be encouraged. തുടർന്ന് കൊലോസ്യ ലേഖനത്തിൽ നിങ്ങളുടെ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന 1-ാം അധ്യായത്തിന്റെ ഒടുവിൽ പറഞ്ഞിട്ട് അടുത്ത വാക്യങ്ങളിലേക്ക് വന്നേ 2:2 പറയാണ്, ഇത് അറിയിച്ചിട്ട് അവരിത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഹൃദയങ്ങൾക്ക് പ്രോത്സാഹനം അവര് തന്നെ കൊടുക്കണം. You should encourage yourself when everything goes wrong. നിങ്ങളുടെ ചുറ്റും എല്ലാം വിപരീതമാകുമ്പോൾ, എല്ലാം തീർന്നു എന്ന് തോന്നുന്നിടത്ത് നിങ്ങളുടെ അകത്തിരിക്കുന്നവനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ ഉത്സാഹിപ്പിക്കണം. While I was coming, I received a SMS. People are talking bad about you. Look at the YouTube, look at the Facebook. Why don't we do something? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ ഒരു വളരെ സ്നേഹപൂർവ്വം ഒരു SMS എനിക്ക് കിട്ടി. ബ്രദറിനെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് യൂട്യൂബിലൊക്കെ വേണ്ടാത്ത ഓരോരുത്തർ ഓരോന്ന് പറയാണ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? My dear friend, who cares? Because I don't value them. I value the one who called me, and his name is Jesus, and he said I can do all things through Christ who strengthens me. എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ ഗൗനിക്കാൻ പോലും എനിക്ക് മനസ്സില്ല. കാരണം എന്നെ വിളിച്ചവൻ ഉയരത്തിലുള്ളവനാണ്. അവൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലവും ചെയ്യുവാൻ കഴിവുള്ളവനാണ്. Why am I saying that? Because many times I see many men of God, many believers getting discouraged, saying I cannot do it. I did this mistake. I failed here. Now God won't love me. ഇപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം, വിശ്വാസികൾ തന്നെ പലരും നിരാശരായി, ഞാൻ ആ കുഴപ്പം ചെയ്തു, എനിക്ക് ഇനി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ദൈവം പോലും എന്നെ സഹായിക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ നിരാശ സ്വയം ഉത്സാഹിപ്പിക്കുന്നതിന് പകരം സ്വയം നിരുത്സാഹപ്പെടുത്തുക. I'll tell you something very, very sure. God who called you will never leave you nor forsake you. And the Christ in you, the spirit man in you, is ablaze till eternity. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. അവൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. നിന്റെ അകത്ത് തന്നിരിക്കുന്ന മഹത്വം ഒരിക്കലും പരാജയപ്പെടില്ല. That is why Paul says to Timothy, stir up the faith, stir up the gift, stir it up, never let you be discouraged. അതുകൊണ്ടാണ് പൗലോസ് തന്റെ പ്രിയ ശിഷ്യനായ തിമോഥെയോസിനോട് പറയുമ്പോൾ, നിന്റെ അകത്തുള്ള കൃപാവരങ്ങളെ നീ തന്നെ ഊതി ജ്വലിപ്പിക്കണം. നിന്റെ അകത്തുള്ള വിശ്വാസത്തെ നീ തന്നെ ജ്വലിപ്പിച്ച് ഉത്സാഹിപ്പിക്കണം. The Bible says God sent Jesus that the world will be blessed through him.
ആ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, യേശുവിനെ പിതാവ് ലോകത്തെ അയച്ചത് അവൻ മുഖാന്തരം മുഴു ലോകവും അനുഗ്രഹിക്കപ്പെടും. Today you are living on this earth that you will become a blessing for many. ഇന്ന് നീ ലോകത്തായിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ മാത്രമല്ല, ലോകത്തിലെ ജനകോടികൾക്ക് നീ അവർക്കൊരു അനുഗ്രഹമാകും. So if you get discouraged, you will stay back home. You will say, I'm not going to do anything. The result, many those who are going to be blessed by you are still crying out to God, send someone that I will be blessed. ഇന്ന് നീ ഈ അനേകർക്ക് അനുഗ്രഹമാകേണ്ട നീ നിരാശപ്പെട്ട് എന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല, ദൈവം എന്നെ കൈവിട്ടെന്ന് പറഞ്ഞ് മുറിയുടെ മൂലയിൽ മാറിയിരുന്നാൽ നിന്നാൽ അനുഗ്രഹിക്കപ്പെടേണ്ട ജനകോടികൾ ദൈവത്തോട് പറയും, ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഒരുവനെ അയക്കണമേ. Succeeding in life is what even the church is looking in the worldly manner. ഇന്ന് സഭ പോലും ലോകത്തിലേക്ക് നോക്കുക ജീവിത വിജയം കണ്ടെത്താനുള്ള വഴിക്കായി. Oh, if they have a car, if they have a big house, they have a big church, they are successful. ചിലർ ചിന്തിക്കുന്നതാണ്, അയക്കൊരു വലിയ കാറുണ്ട്, വലിയ വീടുണ്ട്, ആ ദേവദാസന് വലിയ സഭയുടെ പാസ്റ്റർ, എന്നിട്ട് പറയും അതിൽ ജയാളിയാണ്. And we are trying to imitate them. എന്നിട്ട് നമ്മൾ ലോകക്കാരെ അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളവരെ അനുകരിക്കാൻ നോക്കുക. We are measuring people according to the material success they have. അവരുടെ ജീവിതത്തിലുണ്ടായ ഭൗതിക വിജയങ്ങൾ നോക്കിയാണ് നമ്മൾ പലപ്പോഴും ജയത്തിന് മാർക്കിടുന്നത്. No, I am not against it. ഞാൻ അതിനെ ഭൗതിക നന്മകൾക്കെതിരല്ല. I am not against it. ഞാൻ അതിനെതിരല്ല പറയുന്നത്. But your mind, in the godly standard, success means walking in the plan of God for whatever He has called. ഒരു വ്യക്തിയെ ദൈവം എന്തിനു വിളിച്ചോ ആ വിളിയിൽ വ്യക്തമായി ദൈവഗീത പ്രകാരം പോകാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയം. Let me make you understand very clearly that the glory in you will be displayed to the whole world. That is how powerful it is. വീണ്ടും ഞാൻ വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്ന ദൈവ മഹത്വം ലോകമെമ്പാടും പ്രകാശിക്കപ്പെടുന്ന ദൈവഗീതം. Oh, the gifts and calling of God is irrevocable. ദൈവം തന്റെ വിളിയെയും കൃപാവരങ്ങളെ കുറിച്ച് അനുദപിക്കുന്നില്ല, തിരിച്ചെടുക്കുന്നില്ല. We cannot understand God's wisdom. ദൈവത്തിന്റെ ആ വലിയ പരിജ്ഞാനം മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ. Romans chapter 11. I will start off from verse 33. When I read this, I was excited. I was preaching to a small group when this word popped up, and when it popped up, it opened my eyes and said, success does not mean the worldly success in the plan of God. റോമർ 11:33 ഞാൻ ഒരു ചെറിയ ഗ്രൂപ്പിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്തെ ഒരു വേദഭാഗം എന്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു പൊങ്ങി വന്നു. വിജയം എന്ന് പറയുന്നത് ലോകക്കാർ കാണുന്ന രീതിയിലല്ല, വിജയം എന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു വ്യക്തിയാകുന്നത്. I am not competing with anybody. I am walking in the track that God has called me. God is my encourager. God is my source, and my God will supply all my need according to His riches. I won't depend on man. ഈ ലോകത്തിൽ ഒരു വ്യക്തിയോടും എനിക്ക് മത്സരിക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയോ ഈ വ്യക്തിയോ എങ്ങനെയായി ആ ആളുമായിട്ടുള്ള മത്സരത്തിൽ എന്റെ വിജയം നിൽക്കുന്നത്, മറിച്ച് എന്നെ ദൈവം വ്യക്തിപരമായി ഈ ലോകത്തിലേക്ക് അയച്ചതിന് ഒരു വ്യക്തമായ പദ്ധതി ഉണ്ട്. എനിക്ക് പോകാൻ ഒരു ട്രാക്ക് ഉണ്ട്. അതിൽ മുന്നേറുമ്പോഴാണ് എന്റെ വിജയം. ഓ എന്റെ ദൈവമോ എന്റെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനത്തോളം പൂർണ്ണമായി തീർന്നു. Don't compare anyone else, but look unto Jesus. Let me tell you today, in heaven there is no photostat machine. You are not the same with someone else. നീ മറ്റാരെയും നോക്കി തട്ടിച്ചു നോക്കരുത്, അയാൾ അങ്ങനെയായി ഞാൻ ഇങ്ങനെയാ. നോ, സ്വർഗത്തിൽ നിന്ന് നിന്നെ അയച്ചത് വ്യക്തമായ ഒറിജിനൽ കോപ്പി ആയിട്ടാണ്. നീ മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഇല്ല. ഒന്നിന്റെ കോപ്പി എടുത്ത് വിടുവാൻ നീ ഒറ്റയ്ക്ക് ഏകനായി യൂണിക്കായിട്ട് അയക്കപ്പെട്ടിരിക്കുന്നു. Your calling of Israel is unique, and God will never leave them. If Israel is unique, you are greater than them because you are purchased by the blood of Jesus Christ. ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തപ്പോൾ ഇസ്രായേലിന്മേലുള്ള വിളി നിസ്തുല്യമായ വ്യക്തമായ മറ്റാർക്കും കൊടുക്കാത്തൊരു വിളിയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭയെ അവയിൽ എത്രയോ വലുതായിട്ടാണ് ക്രിസ്തുവിൽ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. The Bible says in verse 33, oh the depth
of the riches of both wisdom and knowledge of God. How unsearchable are his judgment, his plan, and the past of finding out. റോമർ 11:33 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാണ്. His way, his plan, his wisdom you cannot understand. അവന്റെ വഴികൾ അഗോചരമാണ്, മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അതീതമാണ്. In a natural mind you cannot understand. ഒരു പ്രകൃതി മനുഷ്യന്, ഒരു ജഡത്തിൽ ജീവിക്കുന്ന സാധാരണ ചിന്താഗതിയുള്ള ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാനേ സാധ്യമല്ല. Oh, the wisdom of God. ദൈവത്തിന്റെ ജ്ഞാനമേ, The unsearchable knowledge of God. അഗോചരമായ ദൈവിക ജ്ഞാനം. When Paul is writing, or the Holy Spirit is writing through Paul, the book of Romans, it is talking about the righteousness of God which was given to you. നിങ്ങൾക്ക് നൽകപ്പെടുന്ന, ദാനമായി നൽകപ്പെടുന്ന, ആ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് സൗജന്യമായി ദൈവം നൽകുന്ന നീതിയെ കുറിച്ച് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് റോമാലേഖനം എഴുതി വരുമ്പോൾ പറയാണ്, ഇതെന്തൊരു ജ്ഞാനം, ഇത് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. Righteousness of God. You are the righteousness of God. You have been giving a good standard with God, not because of your work but by grace. ദൈവത്തിന്റെ നീതി, ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത് അയാളെ ചെയ്ത നന്മ പ്രവർത്തികൾ നോക്കിയല്ല, ദൈവത്തിന് അവനോടുള്ള കരുണയാൽ. ക്രിസ്തുവിൽ തന്നിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി എത്ര മഹാപാപിയാണേലും അവന്റെ പ്രവൃത്തി നോക്കാതെ നീതി കണക്കിടുന്നു. You are what you are because of Christ. നീ എന്തായിരിക്കുന്നുവോ, ദൈവം മുമ്പാകെ നീ എന്തായി തീർന്നോ, അത് നീ ഒരു നന്മയും ദൈവത്തെ കാണിച്ചിട്ടല്ല, ക്രിസ്തു നിമിത്തമാണ്. It is not your performance, it is not your perfection. You were made perfect in the spirit by the precious blood of Jesus Christ. നിന്റെ പ്രകടനം കൊണ്ടോ നീ അക്കംപ്ലിഷ് ചെയ്തതോ കാര്യങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് ക്രിസ്തു നിനക്ക് വേണ്ടി ചെയ്ത് തിരുമുമ്പാകെ നിന്നെ പ്രസന്റ് ചെയ്തത് കൊണ്ടാണ്. I hear some people say, I am very very holy, I am very very perfect. My dear, your perfection is only in Christ Jesus. ചില വ്യക്തികൾ ഇങ്ങനെ പറയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വലിയ വിശുദ്ധിയിൽ തികഞ്ഞ വ്യക്തിയാണ്, ഞാൻ വലിയ ആത്മീയനാണ്. എന്നാൽ സഹോദര, നിന്നെ പിതാവ് കാണുന്നത് ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിലുള്ളത് മാത്രമേ നിനക്കുള്ളൂ. When I was reading this, I was thinking about a man who is in the plane. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിത്രീകരണം പോലെ വന്നത്, ഒരു പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്ന പ്ലെയിനിലിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച്. I am sitting in the plane and telling myself, look, I have the ability to fly. ഒരു ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു വ്യക്തി സ്വയം ചിന്തിക്കണം, നോക്കൂ, ആകാശത്തിൽ കൂടെ പറക്കാൻ പോലും ഞാൻ ശക്തനാണ്. 35,000 feet above the ground I am flying. Look at my ability. നോക്കടാ, 35,000 അടി മുകളിലൂടെ ഞാൻ ഭൂമിയുടെ മുകളിലൂടെ പറന്നു പോകുന്ന എന്റെ ശക്തി കണ്ടോ, വിശുദ്ധി കണ്ടോ? If you want to know your real ability, open the door of the flight, jump out. You will realize because you are in, you are flying. Out, you are a failure. 35,000 അടി മുകളിൽ പറക്കാനുള്ള നിങ്ങളുടെ പറക്കാനുള്ള കഴിവ് എന്തുമാത്രം ഉണ്ടെന്ന് ശരിക്കറിയണമെങ്കിൽ ആ ഡോർ തുറന്ന് വെളിയിലോട്ട് ചാടിയാൽ മതി, നിങ്ങളുടെ പറക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് പിടികിട്ടും. You have every ability in Christ. Outside Christ, no ability. നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന, നിങ്ങളുടെ ദൈവം മുമ്പാകെ വഹിച്ച് പറപ്പിച്ച് ഉയർത്തി നിർത്തിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തി മാത്രമാണ് നിങ്ങളുടെ ശക്തി. അവന്റെ കഴിവ് മാത്രമാണ് നിങ്ങളുടെ കഴിവ്. അവൻ തന്ന നീതി മാത്രമാണ് നിങ്ങളുടെ നീതി. അവൻ കൽപ്പിച്ച വിശുദ്ധി മാത്രമാണ് നിങ്ങളുടെ വിശുദ്ധി. That is why I can shout boldly and say, I can do all things through Christ who strengthens me. അതുകൊണ്ട് ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ വഹിച്ചു ഉയർത്തിയവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യാൻ. My ability is Christ, my righteousness is Christ, my glory is in Christ, my boldness is in Christ. In Christ I am perfect. In Christ I have access to the throne of grace. In Christ I can command the devil, mind your business. എന്റെ ശക്തി യേശുവാണ്, എന്റെ ബലം യേശുവാണ്, എന്റെ നീതി യേശുവാണ്, എന്റെ വിശുദ്ധി യേശുവാണ്. യേശുവിലൂടെയാണ് പിതാവിന്റെ മുമ്പിൽ എനിക്ക് പ്രവേശനമുള്ള. യേശുവാണ് എന്റെ തല ഉയർത്തിയത്. എന്റെ സമ്പൂർത്തി യേശുവാണ്. Outside Christ I am a zero. In Christ I am a hero. ക്രിസ്തുവിന് വെളിയിൽ ഞാൻ വട്ടപൂജ്യമാണ്, എന്നാൽ ക്രിസ്തുവിനുള്ളിൽ ഞാൻ പൂജ്യനാണ്. That is why the Bible says the
gift and calling. I cannot wonder. I cannot imagine the calling of God. How can he call this ordinary man like Moses, like Abraham, like David, like Paul, like Peter, like every ordinary man? I cannot understand the wisdom. എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ഈ നീതി തരുന്ന പ്രക്രിയ എനിക്ക് പിടികിട്ടുന്നില്ല. ദാവീദിനെ പോലെ, മോശയെ പോലെ, വെറും മനുഷ്യനായ മറ്റൊരു മനുഷ്യനെ പോലെയായ എന്നെ എങ്ങനെ ഇങ്ങനെ നീതീകരിച്ചു? All these failures became powerful men of God. I cannot understand the wisdom of God. ഈ മോശ, ഈ ദാവീദ്, ഈ ഏലിയാവ്, ഇവരൊക്കെ ജീവിതത്തിൽ പരാജയങ്ങളായിരുന്നു. അവരെ ജയാളികളായി ജനങ്ങളുടെ നേതൃസ്ഥാനത്ത് നിർത്തിയത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ദൈവത്തിന്റെ I cannot understand how Jesus in the last place could use a man and call him an apostle called Peter. പത്രോസ് എന്ന് പറയുന്ന തള്ളിക്കളഞ്ഞ പരാജിതനായ ഒരു വ്യക്തിയെ അപ്പോസ്തലന്മാരുടെ മുൻനിരയിൽ നിർത്തുന്ന ദൈവമേ, അങ്ങയുടെ ജ്ഞാനം എനിക്ക് പിടികിട്ടുന്നില്ല. How could God use a man called Saul, who was a killer, who was a murderer, made him an apostle and made him through the Holy Spirit write the Bible? I cannot understand the wisdom of God. ഒരു കൊള്ളരുതാത്തവനായ, പാപികളിൽ ഒന്നാമനായ, കുലപാതകിയായ ഒരു ശൗൽ എന്ന് പറഞ്ഞ ഭീകരവാദിയെ അപ്പോസ്തലന്മാരിൽ പ്രമുഖനായി ദൈവത്തിന്റെ ജ്ഞാനം കൊടുത്തൊരു വ്യക്തിയായി മാറ്റിയ ക്രിസ്തുവേ, അങ്ങയുടെ ജ്ഞാനം എനിക്ക് മനസ്സിലായി. Why am I saying this? I am talking to everyone who is born again. Do not look at yourself. Look at the Christ who is in you. You are in Christ. Christ in you. You are a champion in life. എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്? ക്രിസ്തുവിൽ വിശ്വസിച്ച, വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ വ്യക്തിയും അറിയട്ടെ, നീ ഇനി ഒരിക്കലും നിന്നിലേക്ക്, നിന്റെ പരാജയങ്ങളിലേക്ക്, നിന്റെ ഒന്നുമില്ലായ്മയിലേക്ക്, നിന്റെ കഴിവുകളിലേക്ക് നോക്കരുത്. മറിച്ച് നിന്റെ എല്ലാ കഴിവുകളിലും, നിന്റെ എല്ലാ പരാജയങ്ങളും നിന്നെ ഇത്രത്തോളം ഉയർത്തിയ ക്രിസ്തുവിന്റെ സ്നേഹത്തെ, അവന്റെ നീതിയെ മാത്രം നോക്കിയാട്ടെ. Do not give up. Do not give up. Do not give up. Don't make excuses. I want to talk to you directly. I'm telling you, do not make excuses, but shake yourself and say, I am a more than conqueror in Christ Jesus, in the love of him. ആകയാൽ മടുത്തു പോകരുത്, പുറകോട്ട് പോകരുത്, പിന്തിരിഞ്ഞോടരുത്. മറിച്ച് നിന്റെ ബലഹീനതകളിൽ നീ വിളിച്ചു പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. That is why the Bible starts off by saying the gift and calling of God is irrevocable, meaning to say what God has chosen. God has chosen you in spite of your weakness, in spite of your failure, because he knows that through you he can bless the world. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം തന്റെ വിളിയെയും തന്റെ കൃപാവരങ്ങളെയും കുറിച്ച് അനുതപിക്കുന്നില്ല, അവ തിരിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ദൈവം നിന്നെ, തന്റെ സ്വഭാവം കൊണ്ടാണ് ബലഹീനരായ നിന്നെയും എന്നെയും കർത്താവ് മാനിക്കുന്നത്. Many a time, പലപ്പോഴും we cannot acknowledge a person who is getting saved. We still look him with the eyes of the past. We don't look him at who he is in now. ശ്രദ്ധിക്കാൻ, നമ്മളെ ഇങ്ങനെ കുറച്ച് കാണുന്നത് മാത്രമല്ല, സഭയിൽ രക്ഷിക്കപ്പെട്ടു വന്ന വേറൊരു വ്യക്തിയെയും ആ വ്യക്തി ക്രിസ്തുവിൽ ആരാണെന്ന് കാണാതെ അയാളുടെ കഴിഞ്ഞകാല ജീവിതത്തെയും അവളുടെ വ്യക്തി ജീവിതത്തിലെ കുറവുകളെ നോക്കി അയാളെ ചെറുതായി കാണുകയാണ്. We judge them by saying, I know him. കാഴ്ചയാൽ നമ്മൾ അവരെ വിധിച്ചിട്ട് പറയാം, അയാളെ എനിക്കറിയാം. But God sees him whom he has chosen before the foundation of the world. എന്നാൽ സ്വർഗത്തിലെ ദൈവം പാപിയെന്ന് വിളിച്ചു തള്ളി അവനെ, നാം തള്ളിക്കളഞ്ഞ അവനെ ദൈവം കാണുന്നത് ക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിനു മുമ്പേ താൻ തെരഞ്ഞെടുത്ത തന്റെ വിലപ്പെട്ട നിധിയായിട്ട്. God's plan, the Bible says in Jeremiah 12:11, is to prosper you, to make you a success. യെരമ്യാ പ്രവചനം 12 വായിക്കുന്നു, 29-11 വായിക്കുന്നു, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി നന്മയ്ക്കായിട്ട്, സമൃദ്ധിക്കായിട്ടുള്ള പദ്ധതിയാണ്. My plan for you is good, big, and to become success. നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി നന്മയാണ്, ഉയർച്ചയാണ്, വിജയമാണ്. But I want you to abide in me. എന്നാൽ നീ എന്നിൽ വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Have fellowship with me. ഞാനുമായി നീ കൂട്ടായ്മ ആചരിക്കും. The more you know me, the more you will know who you are. എന്നെ നീ അറിയും തോറും നീ ആരാണെന്ന് നീ തിരിച്ചറിയും. The more you walk in the intimacy of Christ,
every limitation of yours will be broken. ക്രിസ്തുവിനോടുള്ള അടുപ്പം നീ തിരിച്ചറിയും തോറും നിന്റെ അജ്ഞാനങ്ങളെല്ലാം പൊട്ടിപ്പോകും. Even today, the eyes of the Lord is going to and fro, looking at someone who is seeking him with all of his heart. തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇപ്പോഴും കർത്താവിന്റെ കണ്ണ് ഭൂമിയിലെല്ലാം സഞ്ചരിക്കുക. And that is why in verse 34, 35 and 36, for of him and through him and to him are all things, for whom glory forever and ever. Amen. Romans 12:11 is ending by saying, for him, in him, through him, all things, to whom be all the glory. You are chosen that he can display his glory through you to the ends of the earth. റോമർ 11 തുടർന്ന് അതിനൊടുവിൽ പറയുന്ന സകലവും അവനിൽ നിന്നും, സകലവും അവനാലും, സകലവും അവങ്കലേക്കും, സകലവും അവന് വേണ്ടിയും ആകുന്നു, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. His glory in you, നിന്നിലുള്ള അവന്റെ മഹത്വം is not to be hidden. അത് മറഞ്ഞിരിക്കാൻ പാടില്ല. Jesus prayed, യേശു പ്രാർത്ഥിച്ചു, Father, പിതാവേ, let the world know that I was sent. That is why I am going to give my glory to them. കർത്താവേ, ലോകം മുഴുവൻ അറിയണം അവരിൽ ഞാൻ പകർന്ന മഹത്വം. അതിനുവേണ്ടിയാണ് നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവരിൽ നിക്ഷേപിക്കുന്നത്. I rebuke every mentality of failure, defeat, condemnation, fear in the name of Jesus. Let everyone shake and say, I can do all things through Christ who strengthens me. യേശുവിന്റെ നാമത്തിൽ എല്ലാ പരാജയ ബോധത്തെയും, എല്ലാ നിരാശകളെയും, എല്ലാ കുറ്റാരോപത്തെയും, എല്ലാ ഞാൻ അപരാധത്തിലാണെന്നുള്ള ചിന്താഗതിയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു, പൊട്ടിക്കുന്നു. ജനം ക്രിസ്തുവിൽ ആരെന്നറിഞ്ഞെഴുന്നേൽക്കട്ടെ. For of him, through him, to him, all things, for him, through him be glory forever and ever. Amen. സകലവും അവനിൽ നിന്നും, അവനാലും, അവങ്കലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. And then starts the next continuing letter, therefore. തുടർന്ന് അതിന്റെ അടുത്ത വാക്യം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്, Therefore. ആകയാൽ സഹോദരന്മാരെ. What is therefore? എന്താണ് ആകയാൽ? Continuing to say what he was saying. 11-ാം അധ്യായത്തിൽ താൻ പറഞ്ഞു തുടരുകയാണ്, ആകയാൽ സഹോദരന്മാരെ. Look at the disobedience of Israel. Look at the men of God who were in Israel. But what to do? God chose them. ആ ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേട് നോക്കി, അവരുടെ മത്സരം നോക്കിയ, പക്ഷെ എന്തോ ചെയ്യാനാ, അവരുടെ മത്സരത്തിന് അതീതമായി ദൈവം തന്റെ തെരഞ്ഞെടുപ്പാണ് ഓർത്തത്. They became disobedient so that God could save you. തുടർന്ന് പറയാണ്, അവരുടെ അനുസരണക്കേട് നിങ്ങളുടെ രക്ഷയ്ക്കായി ദൈവം ഉപയോഗിച്ചു. And then തുടർന്ന് the Holy Spirit, when Paul says this, he says, തുടർന്ന് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറയാണ്, I cannot understand. അയ്യോ, ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. അവരെ അനുസരണക്കേടിലായത് നമ്മൾ രക്ഷിക്കപ്പെടാനോ? എനിക്ക് മനസ്സിലാകുന്നില്ല. I cannot understand the wisdom, the plan of God. ദൈവത്തിന്റെ ഉന്നതമായ വഴികൾ, ദൈവത്തിന്റെ ഉന്നതമായ പദ്ധതികൾ സാധാരണ മനുഷ്യ മനസ്സിന് പിടികിട്ടുക. The natural mind cannot appreciate God. ജഡമനസ്സ് ഒരിക്കലും ദൈവത്തെ പുകഴ്ത്തുകയില്ല. That is why chapter 12 starts off by saying, therefore my brethren, ആകയാൽ 12-ാം അധ്യായത്തോടെ, ആകയാൽ സഹോദരന്മാരെ, by the mercies of God, ദൈവത്തിന്റെ മനസ്സരി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ present your body as a living sacrifice accepted to God, which is your reasonable service. Meaning to say, stop your mind, stop your natural thinking, because God wants to do something mightier, greater, and not on a household but the whole world. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജഡമനസ്സിലല്ല, മറിച്ച് ഈ മഹാപദ്ധതിയുള്ള ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ ആത്മീയമായി സമർപ്പിക്കണം. അപ്പോൾ നിങ്ങൾ കേവലം നിങ്ങളുടെ ഒരു വീടിനകത്ത് മാത്രം ഒതുങ്ങുന്ന അനുഗ്രഹമല്ല, ലോകത്തിന് മുഴുവൻ അനുഗ്രഹം. You did not choose God. നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല,
ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. If you chose God, നിങ്ങളായിരുന്നു ദൈവത്തെ തിരഞ്ഞെടുത്തതെങ്കിൽ then your performance is what would be counted. നിങ്ങൾ അവിടെ പ്രകടനം കാഴ്ചവെച്ചെങ്കിലേ ദൈവം അംഗീകരിക്കും. But if God chose you, He chose you with everything. He knows you inside out. എന്നാൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾക്കൊരു പ്രകടനവും കാഴ്ചവെക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താൻ തിരഞ്ഞെടുത്തു. By the mercies of God, ആകയാൽ ഈ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് present yourself as a sacrifice, meaning shut down that natural mind. ഈ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ചപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമായി സമർപ്പിപ്പെന്ന് പറഞ്ഞല്ലോ. ആ തിരിഞ്ഞു ചിന്തിക്കുന്ന മനസ്സിനെ അടയ്ക്കാൻ, ആ ജഡിക മനസ്സിനെ അടയ്ക്കുക. ഞാനിനി എന്തോ പ്രകടിപ്പിക്കണമെന്ന ചിന്ത മാറി ദൈവം എന്നെ തിരഞ്ഞെടുത്താണെന്നുള്ള അറിവോടെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ. Now do not be conformed to the world. ആകയാൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ transformed in the renewing of your mind, that you may prove. You are the proof of glory. You are the proof of God's prosperity. You are the proof of God's success. It is all because Christ lives in you. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവം ഇതെന്ന് തിരിച്ചറിയേണ്ടതിന്, ഇംഗ്ലീഷിൽ നിങ്ങൾ തന്നെ തെളിയിക്കേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. God's plan, ദൈവത്തിന്റെ പദ്ധതി is so big. വലിയ പദ്ധതിയാണ്. That is why Colossians 2 says, encourage yourself so that you can attain the assurance of this riches which is in you. നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ വലിയ മഹത്വമേറിയ ധനം തിരിച്ചറിയാൻ നിങ്ങൾ തന്നെ ഉത്സാഹിപ്പിക്കുക എന്ന് കൊലോസ്യർ 2 പറയുന്നത് ഇതുകൊണ്ടാണ്. And then it says, തുടർന്ന് പറയുകയാണ്, don't think highly about yourself. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഉന്നതമായി ചിന്തിക്കരുത്. Because of my presentation, because of my worship, say according to grace, by the measure of faith that is given to me. Verse 3. ഭാവിക്കേണ്ടതിന് മീതെ അവിടെ ഭാവിച്ചു വരരുതെന്ന് പറഞ്ഞ് ഈ ലോകപ്രകാരം ഞാൻ അങ്ങോട്ട് പ്രസംഗിച്ചപ്പോൾ എന്റെ ഇന്ന കഴിവ്, എന്റെ ഇന്ന വർഗ്ഗഗുണം ഇതൊക്കെ പറഞ്ഞ് പ്രശംസിക്കാതെ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞ് അതിൽ പ്രശംസിക്കുക. That is the worldly standard. ഈ മുമ്പേ പറഞ്ഞതാണ് ലോകപ്രകാരം എന്നെ ഉയർത്തുന്നതാണ് ലോക സ്റ്റാൻഡേർഡ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. But the transformed mind will എന്നാൽ say, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവർ എന്ത് പറയും? I am. ഞാൻ ഇതൊക്കെ ചെയ്തതല്ല, എന്നെ തിരഞ്ഞെടുത്ത് അവൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു. It is not me, ഞാനല്ല, but Christ who lives in me. എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു. And then he says, തുടർന്ന് പറയുകയാണ്, with gifts. Some people say, I am called as an apostle. Now they are waiting for that big stage. ചില സംസാരിക്കുമ്പോൾ പറയും ഞാൻ ഒരു അപ്പോസ്തലനായി വിളിക്കപ്പെട്ടതാ. അവർ തങ്ങളുടെ വലിയ സ്റ്റേജ് കാത്തിരിക്കുകയാണ്. Hallelujah. Hallelujah. They are comparing themselves. അവര് തങ്ങളെ തന്നെ ആരോടാ തട്ടിച്ചു നോക്കുന്ന അറിയാമോ? Big. Overnight success. My dear, you are original. You are original directly from heaven. ഒരു രാത്രി ഇരുണ്ട് വെളുത്തു കഴിയുമ്പോൾ വലിയൊരു വിജയാളിയായിട്ട് നിൽക്കുന്നതായിട്ട് അവർ ഭാവിക്കേണ്ടതിന് ഭാവിക്കുകയാണ്. നിങ്ങളെ ദൈവം ഒറിജിനലായി നിങ്ങൾ ഒരാളെ ഉള്ളൂ, വേറെ ആരുമായിട്ട് തട്ടിച്ചു നോക്കണ്ട, നിങ്ങളായി വിട്ടിരിക്കുകയാണ്. If heaven was a place of photostat or counterfeit, one fire would come and everyone will take photostat from there. ശ്രദ്ധിക്കുക, ഈ ഭൂമിയിൽ മനുഷ്യരെ ദൈവം അയക്കുന്നത് സ്വർഗത്തിൽ ഒരാളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതെല്ലാവർക്കും വെളിയുടെ ഫോട്ടോസ്റ്റാറ്റാണ് കൊടുത്തിരുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ആ പെന്തക്കോസ്ത് നാളിൽ അഗ്നി വന്നപ്പോൾ ഒരഗ്നിയെ വിടത്തുള്ളായിരുന്നു, അതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് എല്ലാവരും സ്വന്തം തലയെ വെക്കേണ്ടി വന്നു. 120 people. Just imagine one fire coming on Peter and everyone going and taking a little from him. ഒന്നോർത്ത് നോക്കിയ ദൈവമഹത്വം ഒരാളിൽ കൊടുത്തിട്ട് അയാളുടെ കോപ്പിയടിയായിരുന്നു വേണ്ടിയതെങ്കിൽ പത്രോസിന്റെ മേൽ വലിയൊരു അഗ്നി വരികയും എല്ലാവരും ചെന്ന് കുറേശ്ശെ എടുത്ത് അവരുടെ തലയെ വെക്കുകയും ചെയ്തു. പത്രോസ് ആ തലയൊന്ന് നല്ല കുറച്ചു നേരം 10 മിനിറ്റ് വെച്ച് അതാ ഇങ്ങനെ കയറി വരട്ടെ. പത്രോസ് എന്റെ തലയിൽ നിന്ന് 10 മിനിറ്റ് കൈവച്ച് നല്ലപോലെ ഒന്ന് ചെയ്ത് എന്നിലേക്ക് ഇറങ്ങി വരട്ടെ. At the day of Pentecost, പെന്തക്കോസ്ത് നാളിൽ
120 flame for 120 people, every flame with their name written on it. 120 പേരവിടെ കൂടിയിരുന്നു. 120 പേർക്ക് വേണ്ടിയും 120 വ്യത്യസ്ത അഗ്നിനാവുകൾ വന്നു. ഓരോ അഗ്നിയും സ്വർഗത്തിൽ നിന്ന് ആർക്ക് നൽകണമോ അവരുടെ പേരെഴുതി വിട്ടതാണ്. That is why the Bible says, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, whatever you have, use it. നിങ്ങളുടെ അകത്ത് എന്തുണ്ടോ അത് ഉപയോഗിക്കുക. Use it. ഉപയോഗിക്കുക. Verse 6, having the gift differing according to the grace that is given us, let us use them. അവിടെ ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം let us use it. നമുക്കത് ഉപയോഗിക്കാം. Prophecy, let us use prophecy. Faith, let us use faith. ഒരാൾക്ക് വിശ്വാസമാണുള്ള അയാൾ അത് ഉപയോഗിക്കുക. പ്രവചനമാണുള്ള അദ്ദേഹം അത് ഉപയോഗിക്കുക. Ministry, let us minister. Teaching, let us teach. ശുശ്രൂഷ ചെയ്യുന്നവൻ ശുശ്രൂഷിക്കുക. Do something for Jesus. ഉപദേശം അറിയിക്കാനാണ് കിട്ടിയത്, അത് തുടങ്ങുക. നിനക്ക് എന്ത് ലഭിച്ചോ അത് തുടങ്ങുക. വേറൊരാളുടെ അത് പിടിക്കാൻ പോകണ്ട. His crusade 10,000 is coming. So what? ആ മനുഷ്യന്റെ ക്രൂസൈഡിൽ 10,000 പേരുണ്ട്. അതിനെന്താ? My only 3 people. ഞാൻ മീറ്റിംഗ് വെച്ചിട്ട് 3 പേരെ വന്നുള്ളൂ. This is where you should encourage yourself. ഇവിടെയാണ് ആ 3 പേരുമായിട്ട് ഇരിക്കുമ്പോൾ നീ നിന്നെ തന്നെ ഉത്സാഹിപ്പിക്കണം. Do not look at the 3, but look at the 300,000 you are preaching. ഇപ്പോൾ 3 പേരായിരിക്കും, പക്ഷേ അവിടെ ഇരിക്കുന്ന 30 ലക്ഷം പേരെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുക. Is God in you? നിന്റെ അകത്തുള്ള വലിയ ദൈവമല്ലേ? I'll tell you, no one will encourage you. You have to encourage yourself, knowing that the glory of God is in you. വീണ്ടും ഓർപ്പിക്കട്ടെ, ലോകത്തിൽ എല്ലാവരും കൂടെ വന്ന് നിന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. മറിച്ച് നിന്റെ അകത്ത് ദൈവത്തിന്റെ അതേ മഹത്വമുള്ളതാണെന്ന് അറിഞ്ഞ് നിന്നെ തന്നെ ഉത്സാഹിപ്പിക്കണം. Read the whole chapter 12. I don't have time to explain the whole 12. But every word says, bless those who curse you. റോമാലേഖനം 12 മുഴുവൻ തുടർന്ന് വായിച്ചേ. ഈ മനസ്സ് പ്രാപിച്ച ഒരു വ്യക്തി, മനസ്സ് പുതുക്കിയ ഒരു വ്യക്തിയോട് പറയുകയാണ്, നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിക്കുക. Bless those who persecute you. Bless, again I say, do not curse. നിന്നെ പീഡിപ്പിക്കുന്നവരെ നീ അനുഗ്രഹിക്കുക, നിന്നെ ശപിക്കുന്നവരെ നീ തിരിച്ചനുഗ്രഹിക്കുക. Why? എന്തുകൊണ്ട്? They did not receive this wisdom. കാരണം അവർ ഈ പരിജ്ഞാനം പ്രാപിച്ചിട്ടില്ല. You are living in a different plane. They are in a different plane. That is why Jesus said, I am from above, you are from beneath. നീ ആയിരിക്കുന്നത് ഒരു ഉന്നത തലത്തിലാണ്, ഈ പറയുന്നവരൊക്കെ ആയിരിക്കുന്ന വളരെ കീഴെയുള്ളൊരു തലത്തിലാണ്. അതുകൊണ്ട് അവരുടെ എന്തെങ്കിലും ചെയ്താൽ അതിന് തിരിച്ചൊന്നും ചെയ്യാൻ പോകരുത്. അത് തന്നെയാണ് യേശു പറഞ്ഞത്, ഞാൻ മേലെ നിന്നുള്ളവൻ, നിങ്ങൾ കീഴെ നിന്നുള്ളവർ. Every new creation, ഓരോ പുതിയ സൃഷ്ടിയും you are from above. ഉയരത്തിൽ നിന്നാണ്. Born from above. ഉയരത്തിൽ ജനിച്ചതാണ്. Only a spiritual person who has fellowship with God can understand you. ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുന്ന ഒരു ആത്മീയന് മാത്രമേ നിങ്ങളെ വിവേചിക്കാൻ ഒക്കത്തുള്ളൂ. And that is why the Bible says, have the same mind towards each other. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്ന പരസ്പരം അതേ മനസ്സുള്ളവരാകും. I want to tell you today. ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ, one day Jesus ഒരിക്കൽ യേശു came to that pool where many people were lying. പല ആൾക്കാരും രോഗസൗഖ്യത്തിന് കാത്തിരുന്ന ബെഥസ്ദ കുളത്തിന്റെ കടവിൽ യേശു വന്നു. One man, ഒരു മനുഷ്യൻ started complaining. അവൻ പരാതിപ്പെടാൻ തുടങ്ങി. Complaint comes because of discouragement. നമുക്ക് നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പരാതികൾ വരിക. Big vision, big aim, it did not happen overnight, but does not mean it will not happen. ഒരു വലിയ ദർശനം ഉള്ളിൽ ലഭിച്ചാൽ അത് ഒരു രാത്രി ഇരുണ്ട് വെളുക്കുമ്പോൾ അത് പൂർത്തീകരിക്കുമെന്ന് കരുതരുത്. പക്ഷേ അടുത്ത ദിവസം നടന്നില്ലെന്ന് കരുതി ദർശനമാണോ അത് നടന്നിരിക്കെ തന്നെ. Be patient. അതിനുവേണ്ടി ക്ഷമയോടെ ഇരിക്കണം. Glory of God is in you, it won't change. ദൈവത്തിന്റെ മഹത്വം തന്നെയാണ് നിങ്ങളിലുള്ളത്, അത് മാറില്ല. That is why Ephesians 1:13 says it is sealed, meaning
it is there and it will be there, and you just have to stir it. അവിടെ പറയുന്നത്, എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, ആ മഹത്വം നിങ്ങളുടെ അകത്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. Vacuum packed. വാക്വം വെച്ച് പാക്ക് ചെയ്ത പോലെയാണ്. Nothing can penetrate it. നിങ്ങളുടെ അകത്ത് വെച്ചിരിക്കുന്ന ദൈവമഹത്വത്തെ മുറിച്ച് വെളിയിൽ കൊണ്ടുവരാൻ ഒരു ശക്തിക്കും പറ്റില്ല. Your mind is the field where the word has to be sown, the right word, so that this glory will be revealed. ഈ അകത്ത് തന്നിരിക്കുന്ന ദൈവമഹത്വത്തെ നല്ല രീതിയിൽ വെളിയിലെത്തിക്കാൻ നിന്റെ മനസ്സിന് മാത്രമേ ഒക്കത്തുള്ളൂ. മനസ്സ് പലതിനാൽ മലീമസമാകാതെ ദൈവവചനം മാത്രം സ്വീകരിക്കുന്ന ഒരു മനസ്സിന് ഈ ഉള്ളിലുള്ള ദൈവമഹത്വത്തെ വെളിയിലെത്തിക്കാൻ. That is why the Bible says, do not be conformed to the world. The world will limit you. അതുകൊണ്ടാണ് ലോകത്തോട് അനുരൂപരാകാതെ, ഇംഗ്ലീഷിൽ ലോകത്തോട് ഇടുങ്ങിപ്പോകാതെ. കാരണം ഈ ലോകവും ലോകത്തിന്റെ ചിന്താഗതികളും നിന്നെ ഇടുക്കും. But be transformed or transfigured in your mind. എന്നാൽ നിന്റെ മനസ്സിൽ നീ രൂപാന്തരം പ്രാപിക്കുക. Just like Jesus was transfigured on that mount, your mind should be transfigured in the glory, which is the hope that God has placed in you. ആ മലയിൽ വെച്ച യേശു തന്റെ തേജസ് വെളിയിൽ കാണുമാറ് എങ്ങനെ രൂപാന്തരപ്പെട്ടോ, അതുപോലെ നിന്റെ മനസ്സ് രൂപാന്തരപ്പെട്ട് നിന്റെ അകത്തിരിക്കുന്ന തേജസ് മുഴുവൻ ലോകത്തിലും പ്രകാശിക്കുമാകാമാറ് ഒന്ന് മാറട്ടെ. That is why Romans 8:24 the Bible says, hope is not hope that you see. Hope is something you imagine. You see it far off happening because of the glory that is in you. അതുകൊണ്ടാണ് റോമാലേഖനം റോമർ 8 പറയുന്ന നിന്നിലുള്ള ദൈവമഹത്വം. Hope, കാണുന്ന പ്രത്യാശയല്ല. കാണുന്നത് പ്രത്യാശ, അതതിന്റെ പേര് പ്രത്യാശ എന്നല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി കാണാത്തതിന്റെ പേരാ പ്രത്യാശ. അത് തരുന്നത് എന്റെ അകത്തിരിക്കുന്ന ക്രൈസ്റ്റ്. ആൻഡ് അതിനെ ബലപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ ബലഹീനത. ഈ മനസ്സ് ബലഹീനത. ആത്മാവ് താൻ ഉച്ചരിക്കാൻ കൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം, ദൈവഹിതത്തിന്റെ പ്രസാദം റോമൻസ് 12 ഹിതം വെളിപ്പെടുത്താനായി ഇന്റലക്ട് ഗോസ് ഡൗൺ ആൻഡ് ദ സ്പിരിറ്റ് റൈസസ്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ, ആത്മാവകത്ത് ഞരക്കങ്ങളാൽ സംസാരിക്കുമ്പോൾ ബുദ്ധി അബലമാകും. നീ ആരാണെന്ന് നിന്നെ ഇടുക്കി താത്തോണ്ട് നിന്റെ മനസ്സ് അബലമായിട്ട് ആത്മാവിൽ ആ അകത്തെ മഹത്വം വെളിയിൽ വരും. Hope is not that what you see. നീ കാണുന്ന പ്രത്യാശ അല്ല. What you cannot see. എന്നാൽ കാണാത്തതിനായിട്ടാണ് പ്രത്യാശ. And that is sure. അത് ഉറപ്പേറിയ പ്രത്യാശയാണ്. Patience from the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന ആ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. Encouraging yourself. നിന്നെ തന്നെ ഉത്സാഹിപ്പിക്കുകയാണ്. That man complained to Jesus. ഒരിക്കൽ ആ മനുഷ്യൻ, കുളക്കടവിലുള്ള മനുഷ്യൻ യേശുവിനോട് പരാതിപ്പെട്ടു, no one to help me. എന്നെ സഹായിക്കാൻ ആരുമില്ല. If that is your question, അതാണോ നിന്റെ ചോദ്യം? know one thing. ഒന്നറിഞ്ഞുകൊള്ളുക, the word of God, ദൈവവചനം, God who gave the word, വചനം തന്ന ദൈവം is unchangeable and living forever. അവൻ മാറാത്തവനാണ്, എന്നേക്കും നിലനിൽക്കുന്നവനാണ്. Number 2, 2, no one to help me. എന്നെ ആര് സഹായിപ്പാനില്ല. You should say, നീ പറയണം, I can do all things. എനിക്ക് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. Jesus said, യേശു പറഞ്ഞു. are you willing? യേശു ആ വ്യക്തിയോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? I don't want to hear this, that and this. Are you willing? I am going to give the word. ഈ പരാതികളും മറ്റുള്ളവർ നിന്നെ സഹായിച്ചില്ലെന്നുള്ളത് എനിക്ക് കേൾക്കണ്ട. നിനക്ക് മനസ്സുണ്ടോ സ്വയം ഉത്സാഹിക്കുവാൻ? The moment he decided, things started to fall in place. അവൻ സ്വയം എഴുന്നേൽക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും സ്ഥാനത്തേക്ക് വന്നു. Encourage yourself. നിന്നെ തന്നെ ഉത്സാഹിപ്പിക്കണം. I love the incident in the book, the Bible, in the Old Testament, when David is standing before Goliath. ഗോലിയാത്തിന് മുമ്പിൽ ദാവീദ് നിന്ന ആ പഴയ നിയമ സംഭവം
ഞാൻ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു. Shaul is coming with his protection gear. ശൗല് പറഞ്ഞു, എന്റെ ഈ പടച്ചട്ടൊക്കെ വേണ ഇട്ടു. David says too big. ദാവീദ് പറഞ്ഞു, ഇതെനിക്ക് ചേരത്ത് പോലും എടുത്ത് ദൂരെ കളഞ്ഞു. Brothers are coming and saying, you are a shepherd, go to the sheep. This man, all the army is afraid. സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങൾ സൈന്യത്തിലുള്ളവരാണ്. അനിയനോട് പറയാണ്, നീ ആട് തീറ്റുന്നവനല്ലേ, ഞങ്ങൾ സൈന്യക്കാർക്ക് പോലും നിൽക്കാനൊക്കത്തില്ല, നിന്നെ കൊണ്ട് പറ്റത്തില്ല, നീ അങ്ങ് പോയി ആട് തീറ്റിക്കുക. The brothers of David would have talked like this, you, because they are very tall. ഈ ദാവീദിന്റെ സഹോദരന്മാര് ദാവീദിനെ നോക്കണമെങ്കിൽ പോലും യൂന്ന് താഴോട്ട് വേണം പറയാൻ. അവൻ കൊച്ചു പയ്യനും അവര് കടാമുട്ടന്മാരുമാണ്. Here the enemy is shouting. ഇവിടെ ഇതാ ശത്രുനിരയിൽ ഫെലിസ്ത്യ മല്ലൻ അലറുകയാണ്. Brothers are shouting, go back. He is shouting, come. സഹോദരന്മാര് പറയാണ്, നീ പോയി ആട് തീറ്റാൻ പുറകോട്ട് പോ. എന്നാൽ ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് പറയാണ്, മുമ്പോട്ട് കയറി വാടാ. Shaul is saying, don't go without this jacket. ശൗൽ രാജാവ് പറയാണ്, എന്റെ പടച്ചട്ടയും കൂടെ ഇല്ലാതെ നീ പോകരുത്. David said, ദാവീദ് പറഞ്ഞു to himself, തന്നോട് തന്നെ പറഞ്ഞു, wait a minute. സ്വയം ഉത്സാഹിപ്പിച്ചു. അവരുടെ എല്ലാം മുമ്പിൽ I'm not going ചെവികൾ അടച്ചു. ഇതൊന്നും ഞാൻ കേൾക്കത്തില്ല. One time a bear came, I tore it off. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ എന്റെ ആടുകളെ പിടിക്കാൻ കരടി വന്നു, ഞാൻ അതിനെ കീറിയത്. Another time lion came. വേറെ സമയത്ത് ഒരു സിംഹം വന്നു, അതിനെ ഞാൻ കൊന്നുകളഞ്ഞു. That was against me. അത് എന്റെ നേരെ വന്നതാ. He is shouting against the God of Israel. അത് എന്റെ നേരെ വന്നതിനെ ഞാൻ കീറിക്കളഞ്ഞെങ്കിൽ ഇവൻ ഈ ഫെലിസ്ത്യമല്ലൻ ഇസ്രായേലിന്റെ ദൈവത്തിനോടാ ഷൗട്ട് ചെയ്യുന്നത്. From a shepherd to the king. അവിടുന്നാണ് ഒരിടയൻ രാജാവാകുന്നത്. You can decide. നിനക്ക് തീരുമാനിക്കാം. You can be discouraged and stay in your house, but someone is getting stirred up and say, no, I am the royal priest. I am called from God. I am going to preach the gospel. നിനക്ക് വേണേ നിരാശപ്പെട്ട, ഞാൻ പരാജിതനാ, എനിക്കൊരു കഴിവില്ല, അവരെല്ലാം കയറിപ്പോയി, ഞാൻ ഇവിടെ കിടക്കെന്ന് പറഞ്ഞ് വീടിന്റെ മൂലയിൽ ഇരിക്കാം. എന്നാൽ അല്ലെങ്കിൽ ഇല്ല, ഞാൻ രാജകീയ പുരോഹിതനാണ്, എന്റെ മേലുള്ള അഭിഷേകം ക്രിസ്തുവിൻ്റെതാണ്, എന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവാണ്, ഞാൻ ഇരിക്കുകയില്ല, ഞാൻ ലോക രാജ്യങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയാകുമെന്ന് പറഞ്ഞ് മുമ്പോട്ട് കാലുകൾ വെക്കാം. David remembered that the oil was poured on his head. The anointing that he was carrying. ദാവീദ് ഓർത്തു, എന്റെ മേൽ പകർന്ന തൈലം, ഞാൻ ചുമക്കുന്ന അഭിഷേകം. That was oil. അത് വെറും ഭൗതിക എണ്ണ. But you have the Holy One in you. എന്നാൽ നിന്നിലുള്ളത് ദൈവം പരിശുദ്ധൻ തന്നെ. Who knows all things. അവനെല്ലാം അറിയാവുന്നവൻ. Looking unto Jesus. യേശുവിലേക്ക് നോക്കിക്കൊണ്ട്. Something is happening all over the world. ലോകമെമ്പാടും ഈ വചനം കേൾക്കുന്നവരിൽ എന്തോ സംഭവിക്കുകയാണ്. Oh, I am retired, old. Do you know Moses started his ministry at the age of 80? ആരോ പറയുന്നു, ഞാൻ റിട്ടയർഡായി, പ്രായമായി, എന്നെ കൊണ്ട് എന്ത് നടക്കും? എന്നാൽ വചനം പറയുന്നു, മോശ ആരംഭിച്ചത് 80 വയസ്സിലാണ്. You are not old enough. ഇല്ല, നീ അത്ര പ്രായമായിട്ടില്ല. Some are saying, I am very young. God says, you are not young. ചില പറയുന്നു, എനിക്ക് പ്രായമായിട്ടില്ല, ഞാൻ ബാലനാണ്. എന്നാൽ ദൈവം പറഞ്ഞ വചനം ഇങ്ങനെയാണ്, നീ ബാലനാണെന്ന് നീ പറയരുത്. Some are saying, I am unholy, woe unto me. ചില പറയുന്നു, ഞാൻ അശുദ്ധൻ, എനിക്ക് അയ്യോ കഷ്ടം. But God says, I will send you. എന്നാൽ ദൈവം പറയുന്നു, നീ അശുദ്ധനെന്ന് വിചാരിച്ചു, ഞാൻ നിന്നെ അയക്കാൻ പോവാ. Because you know, without depending on me, you can do nothing. കാരണം നിനക്ക് പിടികിട്ടി, നീ അശുദ്ധനാണ്, എന്റെ സഹായമില്ലാതെ നിനക്കൊന്നും പറ്റില്ല. All the failures in the Bible became conquerors in the Bible by depending on Him. ബൈബിൾ നിങ്ങൾ നോക്കുക, ബൈബിൾ കാണുന്ന എല്ലാ മഹാന്മാരും അവർ മഹാന്മാരായത് അവർ വെറും തകർന്നവരായിരുന്നു. ഓരോ കഥാപാത്രങ്ങളും ബൈബിളിലേത് പരാജയത്തിന്റെ പടുകുഴിയിൽ കടന്നവരാണ്. പക്ഷെ അവര് മഹാനായ ദൈവത്തിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് ചുവട് വെച്ചവരാണ്. You are a history maker. ചരിത്രം സൃഷ്ടിക്കേണ്ട ഒരു വ്യക്തിയാണ് നീ.
let us leave our footprints to the next generation. ആകയാൽ നമ്മളുടെ വിരലടയാളങ്ങൾ അടുത്ത തലമുറ കാണുമാറ് ഇപ്പോൾ ഒന്ന് വെക്കാം. Do not look at the mere man, look at God who is dwelling inside of you. നിങ്ങളിലെ പരാജിതനായ വെറും മനുഷ്യനെ നോക്കരുത്, മറിച്ച് നിങ്ങളിലുള്ള മഹത്വമേറിയ ക്രിസ്തുവിന്റെ പ്രഭാവം കണ്ടാട്ട്. Father, I am praying in the name of Jesus. We are together praying that the eyes of understanding will open, that they will receive the spirit of wisdom and revelation. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോ നിന്റെ മക്കൾക്കും വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവ് ലഭിക്കുകയും അവരുടെ ഹൃദയ കണ്ണുകൾ തുറന്ന് ക്രിസ്തുവിൽ അവരാരാണെന്ന് അറിയുകയും ചെയ്യട്ടെ. Let there be a renewal of your mind. Throw away that jealousy, throw away that bitterness, throw away that confusion, and shout and say, I am called by God in the godly standards. In way he walked, I am going to walk. ആകയാൽ മനസ്സിന്റെ സകല ഇടുക്കങ്ങളും മാറ്റി മനസ്സ് പുതുക്കിക്കൊണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്, ക്രിസ്തുവിൽ നിങ്ങളെ ജയാളിയാണ്, ക്രിസ്തുവിൽ നിങ്ങളുടെ മഹത്വം ഒന്ന് തിരിച്ചറിഞ്ഞാട്ട്. Oh, what a wisdom of God. ദൈവത്തിന്റെ ജ്ഞാനം. Oh, what the plan of God that he uses ordinary men to do the extraordinary. ദൈവത്തിന്റെ ജ്ഞാനമേ, അനുസരണം കെട്ടവനെ തന്റെ കൃപയാൽ ഉപയോഗിക്കുന്ന, അവിടുത്തെ കൃപ കൊണ്ട് പരാജിതനെ ഉപയോഗിക്കുന്ന അവിടുത്തെ ജ്ഞാനം എന്നിവിടെ ആഴമേ. Know that sickness in you is in your body, not in your spirit. Through your spirit power, the Christ in you, repel that sickness and say, get out of my body. ഇപ്പോൾ നിന്റെ ശരീരത്തിലുള്ള രോഗം നിന്റെ പുറം തോടായ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ. നിന്റെ അകത്തെ മനുഷ്യനിൽ, നിന്റെ ഉള്ളിലെ ആ പുതു മനുഷ്യനിൽ രോഗമില്ല. അകത്തെ മനുഷ്യൻ വചനത്തിൽ ശക്തിപ്പെട്ട് ആ രോഗത്തിന്റെ ശക്തിയെ ശരീരത്തിൽ നിറക്കി വിട്ടാട്ടെ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ place your own hand wherever you are feeling that sickness and speak to that mountain. നിങ്ങളുടെ ശരീരത്തിലെ രോഗം ഉള്ള ഭാഗത്ത് കൈവച്ചിട്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് ആ രോഗമാകുന്ന മലയോട് കൽപ്പിക്കുക. Jesus did not say pray, he said speak. യേശു പറഞ്ഞത് മല മാറാൻ പ്രാർത്ഥിക്കാനല്ല, മലയോട് കൽപ്പിക്കാനാണ്. Speak to your pain, get out in Jesus name. ആ വേദനയോട് പറ, പോ യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരം വിട്ടു. Speak to your weak body and say, you have to run for Jesus. Renew your strength, renew your youth. We have miles to go. തളർച്ച മാത്രമുള്ള, ഉറക്കം മാത്രമുള്ള ശരീരത്തോട് പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ നിനക്കിനി മൈലുകൾ സഞ്ചരിക്കാനുള്ളതാ. കർത്താവിന്റെ മഹത്വം വഹിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഓടാനുള്ള ശരീരമേ എഴുന്നേൽക്ക, ഓടുക. I am hearing the Holy Spirit say, today is the day of renewal, renewing to the original plan that God has called you for a blessing to the nations of the world. പരിശുദ്ധാത്മാവിന്റെ ആ ശബ്ദം എന്റെ കാതിൽ ഞാൻ കേൾക്കുന്നു. ദൈവം നിന്നെ വിളിച്ച മഹത്വമേറിയ ഒറിജിനൽ പദ്ധതിയിലേക്ക്, മാറാത്ത പദ്ധതിയിലേക്ക് നിന്നെ തന്നെ ഉത്സാഹിപ്പിച്ച് ചാടി എഴുന്നേറ്റാട്ടെ. Stop complaining, stop making excuses, arise and shine for Jesus. പരാതികൾ അവസാനിപ്പിക്കുക, ഒഴിവ് കഴിവുകൾ അവസാനിപ്പിക്കുക, എഴുന്നേറ്റ് ക്രിസ്തുവിനായി പ്രകാശിക്കുക. Just lift up your hands wherever you are. ആയിരിക്കുന്ന സ്ഥാനത്ത് കരങ്ങൾ ഉയർത്താം. I can feel the glory wave coming into every home. ദൈവമഹത്വം ഓരോ കുടുംബങ്ങളിലും അലയടിക്കുന്നത് ഞാൻ കാണുന്നു. Some are driving and listening. Park your car because extraordinary is going to happen. ഈ സമയത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന കാറുകളിലായിരിക്കുന്നവർ, നിങ്ങൾ വഴിയരികിലേക്ക് കാർ മാർഗി പാർക്ക് ചെയ്ത് ഈ ദൈവ സാന്നിധ്യത്തിൽ ഒന്ന് അലിഞ്ഞാട്ട്. There is a renewal of anointing, renewal of power, renewal of every good thing. Nothing you have lost, everything is there. Today you are stirring it up. അഭിഷേകത്തിന്റെ ഒരു പകർച്ച, അഭിഷേകത്തിന്റെ ഒരു പുതുക്കം, അഭിഷേകം ഒന്നുകൂടെ പുതുക്കി, പഴയത് ഒന്നുകൂടെ പുതുക്കി വരുന്ന ഒരു അനുഭവം നിന്നിൽ ഉണ്ടാകുക. Renewal of your finances, renewal of your relationships, renewal of every good thing. സാമ്പത്തിക നന്മയുടെ പുതുക്കം, ബന്ധങ്ങളുടെ പുതുക്കം, നിന്നിലുള്ള ദൈവം വെച്ച എല്ലാ നന്മകളും എങ്ങും പോയിട്ടില്ല, അതൊന്നുകൂടെ പുതുക്കി വെളിയിൽ വരിക. Depend on Christ.
ക്രിസ്തുവിൽ മാത്രം Depend on Christ. അവന്റെ കൃപയിൽ ആശ്രയിക്കുക. Father, we pray in the name of Jesus. പിതാവേ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ We പ്രാർത്ഥിക്കുന്നു. together are praying in one mind. ഞങ്ങളിപ്പോൾ ഒന്നിച്ച് ഒരേ മനസ്സോടെ ഈ മുഴുവൻ ലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Let there be a renewal of health. ഇപ്പോൾ തന്നെ അവരുടെ ശരീരങ്ങളിൽ ഒരു പുതുക്കം ഉണ്ടാകട്ടെ. Let every ആരോഗ്യത്തിൽ pain, let every root be gone in Jesus' name. എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും അതിന്റെ അടിവേരുകളും വേരോടെ പറഞ്ഞ് വെളിയിൽ പോകട്ടെ യേശുവിൻ നാമത്തിൽ. Just like the fig tree was dried from the root of poverty, the root of sickness, the root of confusion, the root of every bad thing, dry up in Jesus' name. അത്തിമരം വേരോടെ ഉണങ്ങിയതുപോലെ ഇപ്പോൾ തന്നെ കേൾക്കുന്നവരുടെ സാമ്പത്തിക പ്രതിസന്ധികളുടെ അടിവേരോടെ ഉണങ്ങട്ടെ. ആരോഗ്യ പ്രശ്നങ്ങളുടെ അടിവേര് ഉണങ്ങിപ്പോട്ടെ. കുടുംബ പ്രശ്നങ്ങളുടെ അടിവേര് ഉണങ്ങിപ്പോട്ടെ. എല്ലാം നിരാശയുടെ അടിവേരോടെ ഉണങ്ങി ജനം കുതിച്ചെഴുന്നേൽക്കട്ടെ. Oh, just like a tree that dries up and suddenly life comes and new buds of leaf come. I am seeing something renewed in your life. You are thinking it is dried up. No, the word of God, the Bible says, has life and eternal in that seed which we have sown today. വെട്ടിയിട്ട ഒരു മരത്തിന്റെ അത് വീണ്ടും തളിർപ്പുകൾ പൊന്തി വരുന്ന പോലെ അത് ഉണങ്ങിപ്പോയി നീ ചിന്തിച്ചു, തീർന്നെന്ന് നീ വിചാരിച്ചു. എന്നാൽ ദൈവത്തിന്റെ മഹത്വത്താൽ നിന്റെ അകത്തുനിന്ന് പുതുനാമ്പുകൾ ഇട്ട് തളിരിട്ട് നീ ഫലം കായ്ച്ച് ലോകത്തിൽ പ്രകാശിക്കാൻ പോകുകയാണ്. The Bible says in the tabernacle, in the Holy of Holies, the stick was there, no root, nothing, but it was to bloom. Your Holy of Holy is your inner man, where the glory is. You will flourish. You will never be going down. You will increase and never decrease. അതേ, വേരില്ലാതിരുന്ന തല വെട്ടിക്കളഞ്ഞ വേറും അഹരോന്റെ ഒരു വടി ആ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ട് വെച്ചപ്പോൾ പിറ്റേന്നാൾ നോക്കിയപ്പോൾ അഹരോന്റെ വടി തളിർത്ത് പൂത്ത് കായിട്ടെങ്കിൽ നിന്നെ അകത്തിന്റെ അകമായ നിന്റെ ഉള്ളറ, നിന്റെ ഹൃദയത്തിന്റെ അകമായ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവമഹത്വം ഇരിക്കുന്നതുകൊണ്ട് ആരും കാണുന്നില്ല. വെട്ടിയിട്ടെന്ന് വിചാരിക്കും, വേരില്ലെന്ന് വിചാരിക്കും. ലോകത്തിന് അത്ഭുതകരമായി നീ മാത്രം പൂത്ത് തളിർത്ത് കായിടുന്നത് സംഭവിക്കാൻ പോകും. That is supernatural. അത് പ്രകൃത്യാതീത സംഭവം. If that happened there, more will happen to you, because you are the redeemed one. You are the child of God. You are a blessed one, because Christ lives in you. സമാഗമന കൂടാരത്തിൽ, കേവലം മരുഭൂമിയിലെ കൂടാരത്തിൽ ആ സൂപ്പർ നാച്ചുറൽ സംഭവിച്ചെങ്കിൽ ദൈവത്തിന്റെ യഥാർത്ഥ മഹത്വം ഇറങ്ങി നിൽക്കുന്ന അതിവിശുദ്ധ സ്ഥലമായ നിന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ അതിലും വലിയ സൂപ്പർ നാച്ചുറൽ സംഭവിക്കും. The Bible says Holy Spirit is abiding in you forever. He is in you forever. He wants to bless the world through you. Come on, break loose in Jesus' name. വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ എന്നേക്കും വാസം ചെയ്യും. സമാഗമന കൂടാരത്തിലെ പോലെയല്ല, എന്നും നിന്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ ആകയാൽ കുടഞ്ഞെഴുന്നേൽക്കുക, നിന്റെ മഹത്വം വെളിപ്പെടട്ടെ. We are releasing the faith in the name of Jesus. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തെ ഞങ്ങൾ നിങ്ങളിലേക്ക് പകരുകയാണ്. We are praying that your eyes will be open, that you will receive the spirit of wisdom and revelation. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വെളിപ്പാടിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവിനെ ലഭിക്കുവാൻ നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. Come on, encourage yourself. നിങ്ങളെ തന്നെ ഉത്സാഹിപ്പിച്ചാൽ, Encourage yourself. നിങ്ങളെ തന്നെ I പ്രോത്സാഹിപ്പിച്ചാൽ, am born from above. ഞാൻ ഉയരത്തിൽ നിന്ന് I am ജനിച്ചവൻ, born from ഞാൻ above. ഉയരത്തിൽ നിന്ന് The one ജനിച്ചവൻ, in me is greater. എന്നിലുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ I can do വലിയവൻ. all things through എനിക്ക് Christ. സകലവും എന്റെ ക്രിസ്തു മുഖേന The ചെയ്യാൻ one in പറ്റും. me is greater. എന്നിലുള്ളവൻ വലിയവൻ. I will increase, never decrease. ഉയർച്ച തന്നെ പ്രാപിക്കും, I താഴ്ച will be the പ്രാപിക്കും. head and never the tail. ഞാൻ ശിരസായിരിക്കും, വാലായിരിക്കില്ല. Oh, nothing can come against me. ഓ, എനിക്കെതിരെ ഒരു ആയുധവും വലിക്കില്ല. I am in Christ. ഞാൻ ക്രിസ്തുവിലത്രേ. Christ is in me. ക്രിസ്തു എന്നിൽ. I am the righteousness of God. ദൈവത്തിന്റെ നീതിയാണ് ഞാൻ. Oh, come on, shout, encourage yourself. വിളിച്ചു പറഞ്ഞാട്ടെ, ആർപ്പോടെ പറഞ്ഞാട്ടെ, നിന്നെ തന്നെ ഉത്സാഹിപ്പിച്ചാട്ടെ, Encourage yourself. നിന്നെ തന്നെ സത്യവചനത്താൽ ഉത്സാഹിപ്പിച്ചാട്ടെ. When you are encouraging, you are attaining the riches of the glory that is inside of നിങ്ങൾ you. സ്വയം ഉത്സാഹിക്കുമ്പോൾ മഹത്വത്തിന്റെ ഗ്ലോറിയുടെ മഹത്വത്തിന്റെ റിച്ചസ് നീ പ്രാപിക്കുക. Release my daddy. ഓ, എന്റെ അപ്പ അവരിലേക്ക് റിലീസ് ചെയ്യണമേ, റിലീസ് ചെയ്യണമേ. Let them see what I am seeing. ഞാൻ കാണുന്ന അവര് കാണട്ടെ. Let them receive what I have received. ഞാൻ പ്രാപിച്ചത് അവരും പ്രാപിക്കട്ടെ. Let them see the Christ in them, the hope of glory. അവരിലുള്ള ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു അവരിലുള്ളതായിരുന്നു അവരറിയാം. Lord, we worship you.
Lord, I worship you. And Lord, I worship you. And Lord, I worship you. And for your name is holy, holy. Lord, for your name is holy.